ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, പവർ സെറ്റ്. കൺസിഡർ ദ സെറ്റ് 1, 2. Write down all the subsets of the set 1, 2. അപ്പോൾ സെറ്റ് 1, 2ന്റെ എല്ലാ സബ്സെറ്റ്സും എഴുതണം. We know that 5 is a subset of every set. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. Empty set is a subset of every set. Hence 5 is a subset of set 1, 2. ഇപ്പോ empty set എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇല്ലാത്ത സെറ്റ്. നെക്സ്റ്റ്, ഒരു എലമെന്റ് ഉള്ള സെറ്റ് ഫോം ചെയ്യാം. സെറ്റ് 1 ആൻഡ് സെറ്റ് 2 ആർ ഓൾസോ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2. അപ്പൊ സെറ്റ് 1 ഉം സെറ്റ് 2 ആണ് ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ്. നെക്സ്റ്റ്, 2 എലമെന്റ്സ് ഉള്ള സെറ്റ്. ആൻഡ് വി നോ ദാറ്റ് എവറി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഹെൻസ് സെറ്റ് 1, 2 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2. അപ്പൊ സെറ്റ് 1, 2 ആണ് 2 എലമെന്റ് ഉള്ള സബ്സെറ്റ്. അപ്പോ സെറ്റ് 1, 2ന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? ഫസ്റ്റ്, എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ്, സെറ്റ് 1, സെറ്റ് 2 ആൻഡ് സെറ്റ് 1, 2. ദീസ് 4 ആർ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2. അപ്പൊ ആദ്യം എലമെന്റ് ഇല്ലാത്ത സെറ്റ് എഴുതുക. നെക്സ്റ്റ്, ഒരു എലമെന്റ് ഉള്ള സെറ്റ് എഴുതുക. നെക്സ്റ്റ്, 2 എലമെന്റ് ഉള്ള സെറ്റ്, ദാറ്റ് ഈസ് ഹോൾ സെറ്റ് 1, 2. സബ്സെറ്റ്സിന്റെ കളക്ഷനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് സബ്സെറ്റ്സ് ഈസ് പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ P of A. അപ്പോ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നാൽ അതിന്റെ പവർ സെറ്റ് എഴുതാൻ എല്ലാ സബ്സെറ്റ്സിന്റെയും കളക്ഷൻ എഴുതിയാൽ മതി. ഹിയർ P of A equal to സെറ്റ് 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. അപ്പോ സബ്സെറ്റ്സ് എഴുതിയിട്ട് ആ സബ്സെറ്റ്സ് ഒരു സെറ്റിനകത്ത് എഴുതിയാൽ we get the power set. Write down all the subsets. All the subsets എന്ന് പറഞ്ഞാൽ എന്ത് എഴുതുന്നതിന് സെയിം ആണ്? പവർ സെറ്റ് എഴുതുന്നതിന് സെയിം ആണ്. ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ്. ഫസ്റ്റ് വൺ, A equal to സെറ്റ് A. അപ്പോ നമ്മൾ ഫസ്റ്റ് സബ്സെറ്റ് ആയിട്ട് ഏത് എഴുതും? എംപ്റ്റി സെറ്റ്. അപ്പൊ സബ്സെറ്റ്സ് ആർ എംപ്റ്റി സെറ്റ്, കോമ ഒരു എലമെന്റ് ഉള്ള സെറ്റ്. ഒരു എലമെന്റ് ഉള്ള സെറ്റ് ഏതാണ്? എ തന്നെയാണ്. അപ്പൊ സെറ്റ് എ. അപ്പൊ 2 സബ്സെറ്റ് മാത്രമേ ഉള്ളൂ. ഹെൻസ് P of A equal to സെറ്റ് 5, സെറ്റ് എ. സെറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ സെറ്റിനകത്ത് ഈ 2 സബ്സെറ്റും എഴുതിയാൽ we get power set of A. How many subsets? Number of subsets equal to 2. That means n of P of A. P of A ന് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്? n of P of A equal to 2. Next, consider 2 element set. A equal to സെറ്റ് AB. അപ്പൊ സെറ്റ് ABയുടെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് സബ്സെറ്റ് ആയിട്ട് നൾ സെറ്റ്. നെക്സ്റ്റ്, 1 എലമെന്റ് സെറ്റ് ഏതൊക്കെയാ? സെറ്റ് എ, കോമ സെറ്റ് ബി.
നെക്സ്റ്റ് സെറ്റ് എ ബി, ദാറ്റ് മീൻസ് പി ഓഫ് എ ഈക്വൽ ടു സെറ്റിനകത്ത് 5 സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് എ ബി. Then number of subsets equal to 1, 2, 3, 4. N of P of A equal to 4. Next 3 element set consider cheya. A equal to set 1, 2, 3. Then subsets are first subset null set. ഇനി ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ് ഏതൊക്കെയാ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. നെക്സ്റ്റ് 2 എലമെന്റ് ഉള്ള സബ്സെറ്റ് എഴുതുക. സെറ്റ് 1, 2, നെക്സ്റ്റ് സെറ്റ് 1, 3. അപ്പൊ 1 സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് 1, 2, സെറ്റ് 1, 3, നെക്സ്റ്റ് 2, 3. ഈ 3 സബ്സെറ്റില് 2 എലമെന്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ് 3 എലമെന്റ് ഉള്ള സബ്സെറ്റ് ഏതാണ്? എ ഇറ്റ്സെൽഫ്, സെറ്റ് 1, 2, 3. അപ്പോ എലമെന്റ് ഇല്ലാത്തത് ഫസ്റ്റ് എഴുതുക, ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റ് എഴുതുക, 2 എലമെന്റ് ഉള്ള സബ്സെറ്റ് എഴുതുക, നെക്സ്റ്റ് 3 എലമെന്റ് ഉള്ള സബ്സെറ്റ്. അപ്പോ ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? പി ഓഫ് എ ഈക്വൽ ടു സെറ്റിനകത്ത് ഈ സബ്സെറ്റ് ഒക്കെ എഴുതുക. പി ഓഫ് എ ഈക്വൽ ടു സെറ്റ് 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3, സെറ്റ് 1, 2, 3. Number of subsets equal to 8. Number of subsets equal to 8. N of P of A equal to 8. അപ്പോ number of elements in the സെറ്റും number of subsets തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? Here N of A equal to 1. എയില് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ സബ്സെറ്റ്സിന്റെ എണ്ണം എത്രയാ? 2. എയില് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ സബ്സെറ്റ്സിന്റെ എണ്ണം 4. എയില് 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ സബ്സെറ്റ്സിന്റെ എണ്ണം 8. 2, 4, 8. ഇതിനെങ്ങനെ എഴുതാ? 2 എങ്ങനെ എഴുതാ? 2 raised to 1. 4 2 സ്ക്വയർ, 8 2 ക്യൂബ്. അപ്പോ ഒരു എലമെന്റ് ആണെങ്കിൽ 2 raised to 1, 2 എലമെന്റ് ആണെങ്കിൽ 2 സ്ക്വയർ, 3 എലമെന്റ് ആണെങ്കിൽ 2 ക്യൂബ്. ദാറ്റ് മീൻസ് എയില് 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to 10 സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പൊ N of A equal to 20 ആണെങ്കിൽ N of P of A equal to 2 raised to 20 ആയിരിക്കും. അപ്പൊ in general we can write if a set with N of A equal to N, then number of subsets of A equal to 2 raised to N. എയില് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? 2 raised to n സബ്സെറ്റ്സ് ഉണ്ടാകും. N of A equal to n ആണെങ്കിൽ N of P of A equal to 2 raised to n. അപ്പൊ 2 raised to n of A. How many elements has P of A if A equal to empty set? Empty set ആണെങ്കിൽ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? Empty set means no elements. അപ്പൊ സബ്സെറ്റ്സ് എഴുതിയേ. ഫസ്റ്റ് empty set is a subset of every set. അപ്പൊ empty set എഴുതുന്നതിന് ഒരു ഡൗട്ടും വേണ്ട. empty set എഴുതുക. പിന്നെ ഒരു എലമെന്റ് ഉള്ള സെറ്റാണ് എഴുതേണ്ടത്. empty സെറ്റിൽ എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഹെൻസ് P of A equal to set 5. ഹെൻസ് N of P of A equal to 1 അല്ലേ ആൻസർ കിട്ടുന്നത്. 5 എലമെന്റ്സ് ഇല്ല. അപ്പൊ 2 raised to 0 ഈക്വൽ ടു എത്ര തന്നെയാണ് ആൻസർ കിട്ടുന്നത്? 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോ N of P of A equal to 1. A equal to set of all x such that x is a prime number, x less than or equal to 7. Represent A in roster form. Write the power set of A. X is a prime number. 2, 3, 5, 7, 11. But less than or equal to 7 means A equal to 2
3, 5, 7. ഇനി പവർ സെറ്റ് ഓഫ് എ എഴുതണം. 2, 3, 5, 7 ഈ 4 എലമെന്റ്സ് ഉണ്ട്. ഹെൻസ് പവർ സെറ്റ് ഓഫ് എ ഈക്വൽ ടു ഫസ്റ്റ് റൈറ്റ് എംപ്റ്റി സെറ്റ്. നെക്സ്റ്റ് ഒരു എലമെന്റ് ഉള്ള സെറ്റ് എഴുതണം. ഏതൊക്കെയാ? സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 5, സെറ്റ് 7. നെക്സ്റ്റ് 2 എലമെന്റ് ഉള്ള സെറ്റ് 2 ഫിക്സ് ചെയ്തിട്ട് എഴുതി നോക്കിയേ. 2, 3. നെക്സ്റ്റ് സെറ്റ് 2, 5. നെക്സ്റ്റ് 2, 7. 2, 3, 2, 5, 2, 7. നെക്സ്റ്റ് 3 ഫിക്സ് ചെയ്യാ. 3, 5, 3, 7. നെക്സ്റ്റ് 5, 5, 7. അപ്പൊ 2 എലമെന്റ്സ് ഉള്ള സെറ്റ് ഇത്രയുമാണ് ഉള്ളത്. അപ്പൊ 2, 3, 2, 5, 2, 7. നെക്സ്റ്റ് 3, 5, 3, 7. ലാസ്റ്റ് 5, 7. നെക്സ്റ്റ് 3 എലമെന്റ്സ് ഉള്ള സെറ്റ് എഴുതുക. സെറ്റ് 2, 3, 5. നെക്സ്റ്റ് 2, 3, 7. നെക്സ്റ്റ് 2, 5, 2, 5, 7. പിന്നെ ഇതുണ്ടാവും 3, 5, 7. അപ്പൊ 2, 3, 5, 2, 3, 7. പിന്നെ 2, 5, 7, 3, 5, 7. 3 എലമെന്റ് ഉള്ള സെറ്റ്. നെക്സ്റ്റ് 4 എലമെന്റ് ഉള്ള സെറ്റ് ഏതാണ്? എ ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് സെറ്റ് 2, 3, 5, 7. ഹൗ മെനി എലമെന്റ്സ് ഇൻ പി ഓഫ് എ? n of a equal to 4. Hence n of p of a equal to 2 raised to 4. What is 2 raised to 4? 16. ഒന്ന് കൗണ്ട് ചെയ്ത് 16 എലമെന്റ്സ് ഉണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 എലമെന്റ്സ് ആണ് പി ഓഫ് എ ഉള്ളത്. Next question. If number of proper subset of a set is 63, then number of elements of the set is dash. So proper subset 63 ഉണ്ട്. നമ്മള് പ്രോപ്പർ സബ്സെറ്റ് പഠിച്ചതാണ്. എ എന്ന് പറഞ്ഞ സെറ്റ് കൺസിഡർ ചെയ്താൽ എയുടെ പ്രോപ്പർ അല്ലാത്ത സബ്സെറ്റ് ഏതാണ്? എ മാത്രമാണ് ഏത് പ്രോപ്പർ അല്ലാത്ത സബ്സെറ്റ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈക്വൽ ടു 63. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 63 പ്ലസ് 1. ഇംപ്രോപ്പർ ആയിട്ടുള്ള സബ്സെറ്റ് ഏതാണ്? എയും കൂടെ ചേർന്നാലാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ n ഓഫ് എ ഈക്വൽ ടു n ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു എന്താണ് ഫോർമുല? 2 raised to n. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 63 പ്ലസ് 1 ഈക്വൽ ടു 64. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 1 ആഡ് ചെയ്യണം. അപ്പൊ 63 പ്ലസ് 1 ഈക്വൽ ടു 64. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2 raised to n ആണ്. അപ്പൊ 2 raised to n ഈക്വൽ ടു 64. 2ന്റെ പവർ ആയിട്ട് എങ്ങനെ എഴുതാം? 2 into 2 4, 8, 16, 32, 64. How many 2s? 6 2s. That means 2 raised to 6 equal to 64. But 2 raised to n equal to 2 raised to 6. Hence n equal to 6. Number of elements of the set equal to 6. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് തന്നാൽ 1 ആഡ് ചെയ്യണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു ആണ് തന്നിട്ടുള്ളതെങ്കിൽ 2 raised to n ഈക്വൽ ടു ആ നമ്പർ എഴുതിയാൽ മതി. Next concept, universal set. A universal set is a set which has elements of all the related sets without any repetition of elements. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ്സിലെ എല്ലാ എലമെന്റ്സും ചേർന്ന ഒരു സെറ്റിനെയാണ് എന്ത് പറയാ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. The universal set is denoted by
യു എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സൽ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 5 8 9, സി ഈക്വൽ ടു സെറ്റ് 2 3 4 5. ദെൻ യു ഈക്വൽ ടു, നമ്മൾ യു എങ്ങനെ എഴുതുക? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിലെ എല്ലാ എലമെന്റും ചേർന്നാലാണ് യു കിട്ടുക. ഇപ്പൊ 1 2 3 4 5 8 9 ഇത്രയും എലമെന്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും എലമെന്റ്സ് നിർബന്ധമായിട്ടും യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. കൂടാതെ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകാം. അപ്പൊ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിലെ എല്ലാ എലമെന്റും ഉണ്ടായിരിക്കണം. കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകാം. അപ്പൊ ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഇത് മാത്രമല്ല, 1 2 3 4 5 6 7 8 9 10 ഇതിന്റെ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പൊ ഇത്രയും എലമെന്റ്സ് മാത്രം ഉണ്ടായാൽ മതി, കൂടുതൽ എത്ര എലമെന്റ്സ് വേണമെങ്കിലും ഉണ്ടാകാം. ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്, ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, ഈ രണ്ട് സെറ്റും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏതായിരിക്കും സാധാരണ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കുക? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഏതായിട്ട് എടുക്കാം? യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രൈം നമ്പേഴ്സിന്റെയും ഈവൻ നമ്പേഴ്സിന്റെയും സൂപ്പർ സെറ്റ് ആയിട്ടാണ് ഇത് വരിക, നാച്ചുറൽ നമ്പേഴ്സ് വരിക. അപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് യൂണിവേഴ്സൽ സെറ്റ്. Problem. Given the set A equal to set 1 3 5, B equal to set 2 4 6, C equal to set 0 2 4 6 8, which of the following may be considered as universal set for all the set A, B, C? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് സാധിക്കും. എ ബി സി ഈ മൂന്ന് സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ 4 സെറ്റിൽ ഏത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം? ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? 0 1 2 3 4 5 6 നോക്കാം. 1 ഹിയർ 1 3 ഉണ്ട്, 5 ഉണ്ട്. 2 4 6 2 4 6 C 0 2 4 6 8. ബട്ട് 8 എന്ന് പറഞ്ഞ എലമെന്റ് ഈ സെറ്റിൽ ഇല്ല. ഈ മൂന്ന് സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൂന്ന് സെറ്റിലും ഉള്ള എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഹിയർ 8 നോട്ട് ബിലോങ്സ് ടു ദിസ് സെറ്റ്, ഹെൻസ് ദിസ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. നൾസെറ്റിന്റെ കാര്യം കൺസിഡർ ചെയ്യേ വേണ്ട, നൾസെറ്റിൽ എലമെന്റേ ഇല്ല. അപ്പൊ ഇത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സൽ സെറ്റ് ആകുകയുള്ളൂ. അപ്പൊ 2 ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. നെക്സ്റ്റ് കൺസിഡർ 3. 0 1 3 5 ഉണ്ടോ നോക്കുക. 1 3 5 2 4 6 2 4 6 0 2 4 6 8 2 4 6 8. അപ്പോ എ ബി സി ഈ മൂന്ന് സെറ്റിലെ എല്ലാ എലമെന്റ്സും ഇതിൽ ഉണ്ട്. ഹെൻസ് ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ 3 ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. നെക്സ്റ്റ് 4 യൂണിവേഴ്സൽ സെറ്റ് ആണോ നോക്കാം. 1 3 5 ഓക്കെ, 2 4 6 ഓക്കെ, 0 എന്ന് പറഞ്ഞ എലമെന്റ് ഈ 4th സെറ്റിൽ ഇല്ല. ഹെൻസ് ദിസ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. ഹെൻസ് 3 ഓൺലി ദ യൂണിവേഴ്സൽ സെറ്റ്. What universal set would you propose for each of the following? Set of right triangle, set of isosceles triangle. അപ്പൊ ട്രയാങ്കിൾസിന്റെ 2 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ഐസോസ്ലസ് ട്രയാങ്കിളും.
അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സെറ്റ് ഏതാണ്? ട്രയാങ്കിൾസിനെ പറ്റിയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഹെൻസ് യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഹോംവർക്ക് ചെയ്യാം. ലിസ്റ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് -1 0 1. ആദ്യം ഫസ്റ്റ് റൈറ്റ് empty set. നെക്സ്റ്റ് 1 element സെറ്റ് -1, സെറ്റ് 0, സെറ്റ് 1. നെക്സ്റ്റ് 2 element സെറ്റ് -1 0, -1 1, 0 1. നെക്സ്റ്റ് ഹോൾ സെറ്റ് -1 0 1. Consider the set A with n of A equal to 5. That is number of elements in A equal to 5. Then how many elements in the power set of A? N of P of A equal to 2 raised to n. Here n equal to 5. That is 2 raised to 5. What is 2 raised to 5? 32. Number of subset of a set is 128. That is 2 raised to n equal to 128. Then number of elements in set A set equal to 2 raised to n 128 ആണ്. Then what is the value of n? 2 into 2 into 2. എത്ര 2 മൾട്ടിപ്ലൈ ചെയ്താലാണ് 128 കിട്ടുക നോക്കുക. അതാണ് ഇതിന്റെ ആൻസർ. താങ്ക് യു.